കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം. ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജ കഴിഞ്ഞു, കളഭാലങ്കാരം കഴിഞ്ഞു, നട തുറന്നു. അപ്പോൾ നമുക്കെല്ലാവർക്കും ഗുരുവായൂരപ്പനെ കാണാൻ പോണ്ടേ? ഇന്ന് ഗുരുവായൂരപ്പൻ ഏത് രൂപത്തിലാണ് നമ്മളെല്ലാവരെയും നോക്കാനായിട്ടിരിക്കുന്നത്, ഭക്തരെ കാണാനായിട്ടിരിക്കുന്നത് എന്ന് നോക്കാൻ വേണ്ടി നമുക്ക് ഗുരുവായൂരപ്പൻ്റെ അവിടേക്ക് പോവാം. ആദ്യം തന്നെ ആ കിഴക്കേ നടയിലുള്ള വലിയ ഗണപതി ക്ഷേത്രത്തിലൊന്ന് പോയിട്ട് തൊഴാം, പ്രാർത്ഥിച്ച് സർവ്വവിഘ്നങ്ങളും അകറ്റിത്തരാൻ വേണ്ടി പ്രാർത്ഥിക്കാം. അതിനുശേഷം നമുക്ക് ഗോപുരവാതിലൂടെ അകത്തേക്ക് വരാം. ഗുരുവായൂരപ്പൻ്റെ ആ വാതിൽ മാടത്തിൻ്റെ അവിടെ എത്തിയിട്ട്, ഇന്നിപ്പോൾ അധികം തിരക്ക് വെച്ചാൽ ഇല്ല, എന്നാൽ അത്യാവശ്യം തിരക്കുണ്ട്. കാരണം എന്താ വെച്ചാൽ ശനിയാഴ്ചയല്ലേ, അവധി അല്ലെങ്കിൽ കൂടി അത്യാവശ്യം തിരക്കുണ്ട്. കൊടിമരം വഴി തന്നെയാണ് ഭക്തരെ വിടുന്നത്. എന്തായാലും നമുക്ക് അവിടുന്ന് അകത്തേക്ക് കയറാം. അങ്ങനെ കയറുമ്പോൾ ആദ്യം തന്നെ അവിടെ നോക്കുമ്പോൾ ശ്രീലകത്തെ ആ വെളിച്ചം ഇങ്ങനെ കാണുകയാണ്, സ്വർണ്ണപ്രഭ. ശ്രീലകത്തുള്ള നെയ്വിളക്കിൻ്റെ, അതായത് സ്വർണ്ണ വിളക്കിലൊഴിക്കുന്ന നെയ്യിന്ന് ഉള്ള ദീപം, ആ ദീപത്തിൻ്റെ പ്രഭ ഇങ്ങനെ കാണുകയാണ് നമ്മളെ കണ്ണിലേക്ക്. അപ്പം തന്നെ നമുക്ക് സന്തോഷമായി. ഗുരുവായൂരപ്പൻ്റെ ദീപം കണ്ടല്ലോ എന്നാണ് പലരും പറയണേക്കാം. ഗുരുവായൂരപ്പൻ്റെ ദീപമെങ്കിലും കാണാൻ പറ്റിയിരുന്നെങ്കിൽ. അപ്പോൾ അതെങ്കിലും കാണാൻ പറ്റാത്ത ആളുകൾ ഇഷ്ടം പോലെ ഉണ്ട് എന്നർത്ഥം. അപ്പോൾ അവിടെ നമുക്ക് ആ ദീപം കാണാൻ പറ്റി. അങ്ങനെ നമ്മൾ പിന്നെ നാരായണീയ എഴുതിയ മേൽപ്പത്തൂരിനെ ഇടതുവശത്തേക്കൊന്ന് നോക്കിയിട്ട് സ്മരിച്ചു. അദ്ദേഹത്തിൻ്റെ ആ പീഠം കണ്ടു. അതിനുശേഷം വലതുവശത്തേക്ക് നോക്കിയിട്ട് ആ തൂണൊന്ന് തൊട്ട് തൊഴുതു. അങ്ങനെ നമ്മൾ അകത്തേക്ക് ഇങ്ങനെ പോരുമ്പോൾ ഉണ്ണിയുടെ കാൽത്തടകൾ കാണാണ്ട്, ഒരു മരത്തിൻ്റെ കുറ്റി ഇങ്ങനെ കാണാണ്ട്, അതിൻ്റെ മുകളിൽ ഉണ്ണിയുടെ കാൽത്തലകൾ, രണ്ട് കാലും വെച്ചിട്ട് രണ്ട് കാൽത്തടകൾ ഇങ്ങനെ കാണാനുണ്ട്. പിന്നെ പൊന്നിൻ്റെ ഒരു പടി പോലെയാണ്, മരക്കുറ്റിയല്ല, പൊന്നിൻ്റെ പടി പോലെയാണ്. ഒരു പടിയുടെ മുകളിൽ കയറി നിന്നിട്ട് ഊഞ്ഞാലാടാൻ ശ്രമിക്കുക കേട്ടോ. ആൾ ചെറിയൊരു ഉണ്ണിയാണ്. ഉണ്ണി ചെറുതാണെന്ന് വെച്ചാലും ആഗ്രഹം വലുതാന്ന് പറഞ്ഞില്ലേ, ഭയങ്കര കുസൃതിയാവുന്നുണ്ട്. ആ കുസൃതി വെച്ചിട്ടാണ് ഇപ്പം ഇന്ന് അമ്മ ഒരുക്കി നിർത്തുകയൊക്കെ ചെയ്തു. പക്ഷെ അത് കഴിഞ്ഞിട്ട് ഊഞ്ഞാലൊക്കെ കെട്ടിക്കൊടുത്തിട്ടുണ്ടെന്നോ ആടില്ലല്ലോ ജസ്റ്റ് അമ്മ വന്നിട്ട് ആട്ടി കൊടുക്കാച്ചിട്ടേ. പക്ഷെ അതൊന്നുമല്ല, അതിൻ്റെ മുകളിൽ പോയിട്ട് ഇങ്ങനെ വലത്തെ കയ്യിലൊരു ഓടക്കുഴലുണ്ട്, ഒരു കയ്യിൽ വലത്തെ കയ്യിൽ തന്നെ ആ ഊഞ്ഞാലിൻ്റെ വള്ളി, അതേപോലെ ഇടത്തെ കയ്യിൽ ഊഞ്ഞാലിൻ്റെ വള്ളിയും പിടിച്ചിട്ട് ഇങ്ങനെ കയറി നിൽക്കാനുള്ള ഉദ്ദേശത്തിലാണ്. അപ്പോൾ ആ ഊഞ്ഞാൽപ്പടിയിൽ കയറി ഇന്ന് ആടാനുള്ള ഒരു ഒരുക്കത്തിലാണ് കേട്ടോ ഇന്ന് ആ കുസൃതി. വളരെ മനോഹരമായിട്ടുള്ള ആ ഒരു കാഴ്ചയാണെന്ന്. ഏതൊക്കെ തരത്തിലുള്ള അലങ്കാരങ്ങളാണ് വരിക. അമ്പാടിയിൽ കളിച്ചിരുന്ന ആ പ്രായത്തിലെ കുസൃതികൾ മുഴുവൻ. ഇന്നലെ ഇപ്പോൾ ആ ഉരലിൽ കെട്ടിയ ബാലനായിരുന്നു, ഇന്നിപ്പോൾ അത് മാറി. അമ്മ ഓരോന്ന് മകൻ്റെ കുസൃതിക്കനുസരിച്ച് അമ്മ ഓരോന്ന് ചെയ്തു കൊടുക്കും. അപ്പോൾ അതിങ്ങനെ കണ്ടിരിക്കുകയാണ്. എന്തായാലും ഭക്തരെ അനുഗ്രഹിക്കാനായിട്ട് നമുക്ക് സുഖമല്ലേ, നമുക്കിതൊക്കെ കാണാമല്ലോ. അപ്പോൾ അതൊരു വലിയ ഭാഗ്യമാണ്, മഹാഭാഗ്യമാണ്. ഓരോരോ അലങ്കാരങ്ങൾ നമുക്ക് നിത്യവും കാണാം. അപ്പോൾ അതിങ്ങനെ വലിയൊരു ഭാഗ്യം തന്നെയാണ്. അങ്ങനെ നോക്കുമ്പോൾ പട്ടുകോണകം ഇങ്ങനെ ഉടുത്ത്, പട്ടുകോണകമല്ല പട്ടും ചാർത്തിയിട്ടുണ്ട്. അങ്ങനെ പീലി തിരുമുടി കെട്ടിയിട്ടുണ്ട്, പീലി കളഭം കൊണ്ട് അലങ്കരിച്ചിട്ടുണ്ട്. തിരുമുടി മാല 2 ഉണ്ട്. തെച്ചിയും തുളസിയും താമരയായിട്ടുള്ള ഒരെണ്ണം, തെച്ചിയും വെളുത്ത പൂവും തുളസിയായിട്ടുള്ള ഒരെണ്ണം, അങ്ങനെയാണ്. അങ്ങനെ തിരുമുടി മാല 2, അതേപോലെ ഉണ്ടമാലയുണ്ട്. വെളുത്ത പൂവും താമരയും ചുവന്ന പൂവായിട്ടുള്ള സമമായിട്ടുള്ള ഒരു മാല ഉണ്ട്. അതേമാതിരി തുളസിയും തെച്ചിയും ആയിട്ടുള്ളൊരു മാല, അങ്ങനെ 2 ഉണ്ടമാലയുണ്ട്, 2 തിരുമുടിമാലയുണ്ട്. പിന്നെ ആ ഗോപീതിലകം വെച്ചിട്ടുണ്ട്. മാറത്തൊരു മാങ്ങാമാല ഉണ്ട്, ഒരു വളയം പോലത്തെ ഒരു മാല ഉണ്ട്. അതിന് 2ൻ്റെ ഇടയ്ക്കായിട്ടൊരു ഗോപീതിലകം വെച്ചിട്ടുണ്ട്. ഈ ഗോപീതിലകത്തിൻ്റെ ആ ഒരു എന്താ പറയുക, സ്വർണത്തിൻ്റെ പ്രതിഫലനാണ് ഇങ്ങോട്ട് നമ്മൾ വരുമ്പോൾ കാണുന്നത്, ശ്രീലകത്തുനിന്ന് ഇങ്ങനെ കാണുന്നത്. സ്വർണ്ണ വിളക്കിലെ നെയ്യ് വിളക്കിൻ്റെ ഇങ്ങനെ ആ പ്രതിഫലനം ഇതും കൂടി ഇങ്ങനെ കാണുമ്പോൾ നല്ല തെളിച്ചായിട്ടാണ് കാണുന്നത്.
കൈ കൈകളിൽ കൈവളകൾ ചാർത്തിയിട്ടുണ്ട്, തോൾവളകളുണ്ട്, ചെവിപ്പൂക്കളുണ്ട്, പൊന്നിൻ കിരീടമൊക്കെ അണിഞ്ഞ് നല്ല സുന്ദരനായിട്ടാണ് അവിടെ ശ്രീലേഖത്ത് തന്നെ നിൽക്കുന്നത്. നമ്പാടിയിൽ അങ്ങനെ നല്ല സുന്ദരനായിട്ട് ഊഞ്ഞാലും കെട്ടിക്കൊടുത്തിട്ടുണ്ട്. അമ്മ വന്ന് ആട്ടിത്തരാമെന്ന് പറഞ്ഞിട്ടാണ് പോയെന്ന് തോന്നുന്നു അമ്മ യശോദാമ്മ. പക്ഷെ എന്താ ചെയ്യുക, ആളിപ്പോൾ ഞാൻ കയറുന്ന പറഞ്ഞിട്ടാണ് ഒരു കാലമൊക്കെ ഇങ്ങനെ ഇതായിട്ട് ഇങ്ങനെ ഇപ്പം ചാടി കയറാൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണ്. എന്തായാലും നല്ല രസമായിട്ടുള്ള കൗതുകമായിട്ടുള്ള ആ ഒരു കുസൃതി നിറഞ്ഞ ആ മുഖത്തെ ആ പുഞ്ചിരിയാണ്, പുഞ്ചിരിച്ചും കൊണ്ടുള്ള മുഖമാണ്. അപ്പോൾ എല്ലാവരും അത് കണ്ട് തൊഴുതോളും. നമ്മളിപ്പോൾ ഗുരുവായൂരപ്പൻ്റെ ആ ശ്രീലകത്തിൻ്റെ തൊട്ട് മുന്നിലുള്ള സോപാനപ്പടിയിലാണ് എന്നങ്ങോട്ട് സങ്കല്പിക്കുക. അപ്പോൾ നമ്മളെല്ലാവരും അവിടെയാണ്. അപ്പോൾ എല്ലാവരും കണ്ട് തൊഴുത് പ്രാർത്ഥിച്ചോളൂ. ഇനി പ്രാർത്ഥിച്ചു, ഇനി നമ്മൾ പതുക്കെ ഇങ്ങനെ ഇറങ്ങുകയാണ്. സോപാനപ്പടിയിൽ നിന്ന് ഇറങ്ങി നേരെ ഗണപതി ഹോമം നടത്തുന്ന ഹവിസ് തൂകുന്ന അവിടെ തിടപ്പള്ളിയിലേക്കും അഗ്നികോണിലേക്കൊക്കെ നോക്കി തൊഴുതു. സപ്തമാതാക്കളെയൊക്കെ തൊഴുതു. അങ്ങനെ വിഘ്നേശ്വരൻ്റെ അടുത്തേക്ക് വരികയാണ്. വിഘ്നേശ്വരൻ്റെ അടുത്ത് വരുമ്പോഴോ അതും വളരെ രസമായിട്ടുള്ള കാഴ്ചയാണ്. അവിടെ ആ കൊമ്പും തുമ്പിക്കൈയും ഒക്കെ ഇങ്ങനെ അലങ്കരിച്ചിട്ട് നിറയെ മാലകളൊക്കെ ചാർത്തിയിട്ട് കദളിപ്പഴമൊക്കെ വെച്ച് അങ്ങനെ പൂജയൊക്കെ കഴിഞ്ഞിരിക്കുന്ന സമയമാണ്. ഏകദന്തം മഹാകായം തപ്തകാഞ്ചന സന്നിഭം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം. അങ്ങനെ ഗണേശനെ കണ്ടു തൊഴുതു, ഏത്തക്കെട്ടു. സരസ്വതി ദേവിയുടെ ഫോട്ടോ കാണാം, വിളക്കും കത്തിച്ച് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അവിടെയും പോയിട്ടൊന്ന് തൊഴുതാം. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. അങ്ങനെ നമ്മൾ അവിടുന്ന് ഇങ്ങനെ പോരുമ്പോൾ ചെറിയ ഗണേശൻ്റെ വിഗ്രഹം കാണാം. പിന്നെ മത്സ്യത്തിൻ്റെ വിഗ്രഹം, കൂർമ്മം, വരാഹം, നരസിംഹമൊക്കെ കണ്ട് ഇവിടെയൊക്കെ തൊഴുത് ഇങ്ങനെ വരുമ്പോൾ മേൽശാന്തിര അവിടുന്ന് പ്രസാദമൊക്കെ വാങ്ങാം, അർച്ചന പ്രസാദമൊക്കെ അവിടുന്ന് വാങ്ങാം. അത് കഴിഞ്ഞാൽ നേരെ അങ്ങനെ നേരെ വരുമ്പോൾ അനന്തശായിയായ അനന്തപത്മനാഭസ്വാമിയെ കാണാം, കണ്ടു തൊഴാം. അവിടെ നിറയെ പൂക്കളാൽ അലങ്കരിക്കുന്ന താമരപ്പൂക്കളൊക്കെ നിറച്ചുണ്ട്. അങ്ങനെ അലങ്കാരം വെച്ചു. ആ ലക്ഷ്മി വിളക്കിൽ നിറയെ നെയ്യ് നിറയെ നെയ്യുണ്ട്, അതിങ്ങനെ കത്തിക്കൊണ്ടേയിരിക്കണം. അപ്പോൾ അവിടെ വന്ന് പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞാൽ നേരെ നമ്മുടെ ശ്രീകോവിലിൻ്റെ പുറകു വശത്തായിട്ട് സാഷ്ടാംഗം നമസ്കരിക്കാം. എത്ര സമയം വേണമെങ്കിലും നമസ്കരിക്കാം. പക്ഷേ ഇടയ്ക്ക് അവർ വന്നിട്ട് എണീക്കാൻ പറയുന്നു മാത്രം, എന്നാലും പ്രാർത്ഥിക്കാം. അങ്ങനെ അവിടുന്ന് തൊഴുതു. ഇനി ബാക്കിയുള്ള ആ ദശാവതാര വിഗ്രഹങ്ങളൊക്കെ കാണാം. ശ്രീരാമനും ബലരാമനും ഭാർഗവരാമനും ഒക്കെ ഇങ്ങനെ കാണാം. അത് കഴിഞ്ഞ് ബാക്കിയുള്ള വിഗ്രഹങ്ങളൊക്കെ കണ്ട് കൃഷ്ണൻ്റെ അവിടെ വന്നു തൊഴുതു. അത് കഴിഞ്ഞാൽ മുരുകനെ കണ്ട് ഭസ്മാലങ്കൃതമായ, ഇനിയിപ്പോൾ തൈപ്പൂയ അടുത്ത് തുടങ്ങി, അപ്പോൾ അവിടെയൊക്കെ ഭസ്മാലങ്കൃതമായ അതാണ്. പിന്നെ ഹനുമാൻ സ്വാമീനെ കാണാം. ഹനുമാൻ സ്വാമിയുടെ അവിടെ വന്നിട്ട് ആ കുങ്കുമൊക്കെ എടുത്തുനിന്ന്, കുങ്കുമൊക്കെ ധാരാളമുണ്ട്, വെറ്റിലമാലയുണ്ട്, ഒക്കെ കണ്ട് തൊഴുത് ഇനി നേരെ ഓവിൻ്റെ അവിടെ വന്ന് പ്രാർത്ഥിക്കാം. അതിന് ശേഷം നമുക്ക് ആ ഗ്രില്ലിന് അപ്പുറത്തു കൂടെ കിടന്ന നമ്മുടെ താമരക്കണ്ണനെ, കൽപ്പകവൃക്ഷത്തിൻ്റെ ചുവട്ടിലിരിക്കുന്ന താമരക്കണ്ണനെ കണ്ട് തൊഴുകാം. പിന്നെ തീർത്ഥ ജലം മണിക്കിണർ കണ്ട് തൊഴാം. അത് കഴിഞ്ഞാൽ നേരെ ഇങ്ങോട്ട് നോക്കിയാൽ നമ്മുടെ നൃത്താറ കാണാം. നൃത്താറയിൽ വിളക്കിങ്ങനെ കിടാവിളക്ക് കത്തിക്കൊണ്ടിരിക്കുന്നു. അവിടെ നമ്മുടെ പൊന്നുണ്ണി ഇങ്ങനെ കളിക്കുന്നുണ്ട് എന്നുള്ള ആ ഒരു ചിന്ത നമ്മുടെ മനസ്സിലുണ്ടായാൽ മതി, അവിടെ കളിക്കും. അങ്ങനെ അത് കഴിഞ്ഞാൽ നേരെ വടക്കേ നടയിലേക്ക് ഇങ്ങനെ വരുമ്പോൾ കുറൂരമ്മേനെയും വസുദേവരെയൊക്കെ കണ്ട് തൊഴുത് നേരെ ഇങ്ങോട്ട് പോരാം. വടക്കേ നടയിലൂടെ പുറത്തേക്ക് ഇറങ്ങി പ്രസാദ കൗണ്ടറിൽ നിന്ന് പ്രസാദമൊക്കെ വാങ്ങിയിട്ട് ചന്ദനം കിട്ടും, തീർത്ഥം കിട്ടും, അതൊക്കെ വാങ്ങിയിട്ട് തൊഴാം. അങ്ങനെ ഇടത്തരികത്ത് ഭഗവതിയുടെ അടുത്തേക്ക് വരാം. ഭഗവതിക്ക് ഇനി ഫെബ്രുവരി 7-ാം തീയതി താലപ്പൊലിയാണ്. അപ്പം ഇനി ഇത് അടുത്ത ദിവസം താലപ്പൊലിയാണ്. അപ്പോൾ അതിൻ്റെ തിരക്കുകളൊക്കെ ആയി തുടങ്ങി. അപ്പോൾ ഭഗവതിയെ കണ്ട് തൊഴാം. സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥ സാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമോസ്തുതേ. ഞാൻ അമ്മയെ കണ്ടു തൊഴുതു. ഇനി കുറച്ചിങ്ങോട്ട് തിരിഞ്ഞാൽ മമ്മിയൂരപ്പനെ കണ്ടു തൊഴാം. മമ്മിയൂരപ്പനെ കണ്ട് തൊഴുതിട്ട് നമശിവായ 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 എന്നുള്ള പഞ്ചാക്ഷരി മന്ത്രം ചൊല്ലുക. മമ്മിയൂരപ്പനെ പ്രാർത്ഥിക്കുക.
അത് കഴിഞ്ഞാൽ നേരെ കൊടിമരത്തിൻ്റെ അവിടേക്ക് നോക്കി തൊഴാം. നേരെ അങ്ങനെ വരുമ്പോൾ ആൾ രൂപം, അതേപോലെ മഞ്ചാടി അതൊക്കെ കാണാം. അവിടെ കുട്ടികൾ അതാ മഞ്ചാടി വാരി കളിക്കുന്നു. അങ്ങനെ നമ്മൾ ഇപ്പുറത്ത് കൂടെ അങ്ങനെ വരുമ്പോൾ ഒന്ന് ഗ്രില്ലൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് പിന്നെ നേരെ അങ്ങോട്ട് നടക്കാൻ പറ്റില്ല. അപ്പോൾ ആ കൊടിമരത്തിൻ്റെ അവിടെ വന്നിട്ട് വീണ്ടും നമ്മുടെ പൊന്നുണ്ണീനെ, ശ്രീലകത്തെ ഊഞ്ഞാലുമിലാടാൻ നിൽക്കുന്ന പൊന്നുണ്ണിയെ കണ്ട് തൊഴാം. അങ്ങനെ കൂത്തമ്പലത്തിൻ്റെ അവിടെ വന്ന കൂത്തമ്പലത്തിലേക്ക് നോക്കിയിട്ട് തൊഴാം. അങ്ങനെ അത് കഴിഞ്ഞ് അയ്യപ്പസ്വാമിയുടെ അടുത്തേക്ക് വരാം. അയ്യപ്പസ്വാമിയുടെ അടുത്ത് വന്ന് അവിടെ അത് നല്ല അലങ്കാരത്തിലാണ് ഇരിക്കുന്നത്. 2 മാലകളൊക്കെ ഇട്ട് നല്ല അലങ്കാരത്തിൽ തന്നെയാണ്. സ്വർണത്തിൻ്റെ ഇതൊക്കെ പാലക്കാമാലയൊക്കെ ചാർത്തിയിട്ടാണെന്ന് അയ്യപ്പസ്വാമി ഇരിക്കുന്നത്. വളരെ നല്ല രസമായിട്ട് ഉള്ള കാഴ്ചയാണ്. അപ്പോൾ അയ്യപ്പസ്വാമി എല്ലാവരും കണ്ട് തൊഴുക. ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാപര രക്ഷ രക്ഷ മഹാബാഹോ ശാസ്തേ സ്തുഭ്യം നമോ നമ. എന്നിട്ടൊന്ന് പ്രദക്ഷിണം ചെയ്തിട്ട് പടിഞ്ഞാറ നടയിലേക്ക് വരിക. പടിഞ്ഞാറ നടയിൽ വന്നാലോ ആ ദീപസ്തംഭത്തിലെ ആ വേണുഗോപാല സ്വരൂപത്തെ ഒന്ന് നോക്കി തൊഴാം. അതുപോലെ കൊടിമരത്തിൻ്റെ മുകളിൽ ആ വേണുഗോപാല സ്വരൂപം കാണാം. അപ്പോൾ കണ്ട് തൊഴാം. അപ്പോൾ എല്ലാവരും ഗുരുവായൂരപ്പൻ്റെ ഇന്നത്തെ ഉച്ചപൂജ അലങ്കാരം കണ്ടു, ഉച്ചപൂജ കണ്ടു, തൊഴുതു. എൻ്റെ കൂടെ എല്ലാവരും വന്ന് തൊഴുതു കേട്ടോ. അങ്ങനെ മനസ്സിലേക്ക് അങ്ങോട്ട് വിചാരിക്കുക. അപ്പോൾ അവിടെ എത്തി. നിങ്ങളെ മനസ്സ് ഇവിടെ എത്തിയാൽ മതി. ബാക്കിയെല്ലാം ശരീരം എവിടെ ആയാലും കുഴപ്പമില്ല, മനസ്സെത്തിയാൽ മതി. എല്ലാവരും തൊഴുതു. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. ഹരേ കൃഷ്ണ. ഗുരുവായൂരപ്പ ശരണം. അപ്പോൾ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യണം കേട്ടോ. ഷെയർ ചെയ്യാത്ത ആളുകളൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ലഭിക്കും. ഹരേ കൃഷ്ണ.